മുൻ മാർപ്പാപ്പമാരേക്കാൾ നിലപാടുകളിലും ആഗോള വിഷയങ്ങളിലെ ഇടപെടലുകളിലും തികച്ചും വ്യത്യസ്തനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ചുമതലയേറ്റ ആദ്യ ദിവസം മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ലാളിത്യത്തിന്റെയും എളിമയുടെയും സ്വരമാണ് പേപ്പൽ അധികാരത്തിന് നൽകിയത്. ആഡംബരപൂർണമായ പാപ്പൽ അപ്പാർട്ട്മെന്റുകൾക്ക് പകരം ഒരു ഗസ്റ്റ് ഹൌസ് ആയിരുന്നു പ്രധാന വസതി. ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആശ്ലേഷിച്ചുകൊണ്ടും ജനങ്ങളുടെ സഭയ്ക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടും അദ്ദേഹം വാർത്തകളിൽ ഇടം നേടി. സിംഹാസനത്തേക്കാൾ തെരുവുകളോട് കൂടുതൽ അടുപ്പമുള്ള ശബ്ദം. അദ്ദേഹം വിവാദ വിഷയങ്ങളിൽ പോലും വ്യക്തമായി സത്യസന്ധമായി സംസാരിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിനും സാമ്പത്തിക അസമത്വത്തിനുമെതിരായ നടപടിക്ക് അദ്ദേഹം മുൻഗണന നൽകി. ആഗോള നീതി എന്നത് ധാർമ്മിക ദൗത്യമാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ അവതരിപ്പിച്ചു. തുറന്ന കരങ്ങളോടെ മുസ്ലിങ്ങൾ, ജൂതന്മാർ, മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എന്നിവരുമായുള്ള ഭിന്നതകൾ പരിഹരിക്കുന്നതിനുള്ള മതാന്തര സംഭാഷണങ്ങൾക്ക് അദ്ദേഹം മുൻകൈയെടുത്തു. സ്ത്രീകളെ നേതൃതലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പരിഷ്കരണത്തിനായി അദ്ദേഹം നിരന്തരം സംസാരിച്ചു. ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള സഭയുടെ പരമ്പരാഗതമായ കടുത്ത എതിർപ്പ് മാറ്റാൻ സമയമായി എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിനാകട്ടെ, യുദ്ധങ്ങൾക്കെതിരെ നിലപാടുകൾ എടുക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ സഭയ്ക്കുള്ളിലെ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള നടപടിയാകട്ടെ, ഏതൊരു ശക്തമായ നിലപാടിന് പിന്നിലും ആർദ്രതയുടെ ഒരു സ്വരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കരുണയുടെ സുവിശേഷം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത സന്ദേശം. എന്നാൽ സഭയെ കൂടുതൽ ഉൾച്ചേർക്കാനും വിവേചനരഹിതമാക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഒരു വിഭാഗം യാഥാസ്ഥിതികരെ അദ്ദേഹത്തിന്റെ എതിർപക്ഷത്തെത്തിച്ചു എന്നതും വാസ്തവമാണ്. ന്യൂസ് ഡെസ്ക്.